Hello my dear student, welcome back to Learn and Grow. Today we are going to discuss class 7 chapter 2 acid and bases അതിൻ്റെ question answer ആയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് അസസ് എന്നുള്ള പോർഷൻ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which among the following can be used as an indicator of acid? താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഏതാണ് ആസിഡിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഏതാണ്? ടർമറിക്, പതിമുഖം, റെഡ് ലിറ്റ്മസ് പേപ്പർ, ഫിനോഫ്താലിൻ. ഏതാണ്? പതിമുഖം വാട്ടർ അല്ലേ? ഓക്കെ, നാച്ചുറലായിട്ട് നമുക്ക് ആസിഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇൻഡിക്കേറ്റർ അല്ലേ? പതിമുഖം വാട്ടർ. സെക്കൻഡ് question, which acid is used in automobile batteries? ഏതാണ്? യെസ്, സൾഫ്യൂരിക് ആസിഡ് അല്ലേ? നമ്മൾ ആസിഡ് യൂസേഴ്സ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിരുന്നു. ഓക്കെ, the second question, among the liquids in 3 beakers placed on the table, the first one is water, the second is an acid, and the third is base. It is right to identify them by touching, tasting or smelling. Why suggest the method to identify each them? ഓക്കെ, അപ്പോൾ ആസിഡും ബേസും വാട്ടറൊക്കെ ഓരോ ബീക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ സ്മെല്ല് ചെയ്തോ, ടച്ച് ചെയ്തോ, ടേസ്റ്റ് ചെയ്തോ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് ചെയ്യേണ്ടതാണ് അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആസിഡ് നമ്മൾ ഒരിക്കലും കൈ കൊണ്ടോ ടേസ്റ്റോ ഒന്നോ നോക്കാൻ പാടില്ല അല്ലേ? അപ്പോൾ ആൻസർ, നോ ടച്ചിങ്, ടേസ്റ്റിംഗ് ആൻഡ് സ്മെല്ലിംഗ് കെമിക്കൽ ഈസ് ഡേഞ്ചറസ്. വി കൻ ഐഡൻറ്റിഫൈ ദ ആസിഡ് ആൻഡ് ബേസസ് ബൈ യൂസിങ് ലിറ്റ്മസ് പേപ്പർ. Acid turns blue litmus red and the bases turns red litmus blue. If both litmus do not change their color, the liquid will be the water. Okay, next question. In the laboratory, metallic caps are not used for glass bottle containing acid. Explain the reason. Acid react with metal and corrode metal, so metallic caps are not used for glass bottle containing acid. ബിക്കോസ് ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ് അല്ലേ? എന്താണ് ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ്? എന്നിട്ട് എന്താണ്? ഹൈഡ്രജൻ ഗ്യാസ് വിൽ പ്രൊഡ്യൂസ് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ, ക്ലാസിഫൈ ദം ഓൺ ദ ബേസിസ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഇത് വായിച്ചിട്ട് അതിൽ ആസിഡിൻ്റെ പ്രോപ്പർട്ടീസ് ഏതാണ്, ബേസിൻ്റെ പ്രോപ്പർട്ടീസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് വൺ, ഹാസ് സോർ ടേസ്റ്റ്. ബി, ടേൺസ് ടു പിങ്ക് വെൻ ഫിനോഫ്താലിൻ ഈസ് ആഡഡ്. സി, സ്ലിപ്പറി. D, turns to pink when methyl orange is added. Turns the color of padimugam water in yellow. Red litmus turns blue. React with metal to produce hydrogen. Has alkaline taste. അപ്പോൾ ഏതൊക്കെയാണ്? now we are familiar with this, right? So നമുക്ക് ആൻസർ നോക്കാം. Properties of acid ഏതാണ്? Has sour taste, turns to pink when methyl orange is added, turns the color of padimugam water in yellow, react with metal to produce hydrogen അല്ലേ? Properties of bases, turns pink when phenolphthalein is added, it's slippery. Red litmus turns blue, has an alkaline taste. Okay, next, you have learned about various indicators to identify acid and bases. Complete the table below. അപ്പോൾ നമ്മൾ കുറച്ച് ആസിഡും ബേസസിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ലാബിൽ യൂസ് ചെയ്യുന്നതും നാച്ചുറലായിട്ട് യൂസ് ചെയ്യുന്നതും. അപ്പോൾ അത് എഴുതാനാണ്. ഏതൊക്കെയാണ്? ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് മറ്റുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ലിക്വിഡ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്? ബ്ലൂ ലിറ്റ്മസ് റെഡ് ആവുന്നത് ഏതൊക്കെയാണ്? ലെമൺ ജ്യൂസ്, വിനെഗർ, ബട്ടർ മിൽക്ക്, ടാമറിൻഡ് വാട്ടർ അല്ലേ? ബിക്കോസ് ദീസ് ഓൾസ് ആർ ആസിഡ്. വിച്ച് ലിക്വിഡ് ടേൺസ് റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ? ലൈം വാട്ടർ, സോപ്പ് വാട്ടർ, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ക്ലിയർ ആഷ് സസ്പെൻഷൻ. ബിക്കോസ് ദീസ് ഓൾ ബേസ് അല്ലേ? ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ആർ ആസിഡ്? ആസിഡ്സ് ആർ ദ സബ്സ്റ്റൻസ് ദറ്റ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്. വാട്ട് ആർ ബേസസ്? സബ്സ്റ്റൻസ് ദറ്റ് has red litmus into blue are bases.
What are indicators? Indicator are the substance that helps to identify acid and bases by changing their color. Litmus paper is an indicator. Okay, next. Which substance can be used as indicator of acid? ലബോറട്ടറിയിൽ ഇൻഡിക്കേറ്റേഴ്സ് ഏതാ പഠിച്ചത്? മീത്തൈൽ ഓറഞ്ച് അല്ലേ. വിച്ച് സബ്സ്റ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റർ ഓഫ് ബേസസ്? ഫിനോഫ്താലിൻ. ഓൾ ആസിഡ് ഹാവ് ഡാഷ് ടേസ്റ്റ്. എന്താണ്? സോർ ടേസ്റ്റ്. ഓൾ ബേസസ് ഹാവ് ഡാഷ് ടേസ്റ്റ്. ആൽക്കലൈൻ. Okay, next. Dip your finger in each liquid in the science kit and rub the fingers as shown in the picture. Which liquid feels slippery? അപ്പോൾ ഏതാണ് നമ്മളിങ്ങനെ തൊട്ടു നോക്കിയാൽ ഒരു വഴുവഴുപ്പ് പോലെയുള്ളത് ഏതൊക്കെയാണെന്നാണ്? സോപ്പ് വാട്ടർ, ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ലൈം വാട്ടർ ആൻഡ് ആഷ് സസ്പെൻഷൻ. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 32 അതിലാണ് ഏതാണെന്ന് ചോദിച്ചത്. നെക്സ്റ്റ്, മുകളിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അനലൈസ് ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ടു മേക്ക് സോപ്പ്, പേപ്പർ ആൻഡ് റയോൺ. പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ടു മേക്ക് സോഫ്റ്റ് സോപ്പ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇൻ മെഡിസിൻ. ഇതെന്താണ്? ബേസസിൻ്റെ യൂസസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ബേസ് യൂസ് ടു മേക്ക് സോപ്പ്? അപ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ ഏതാണ്? നമുക്കറിയാം അല്ലേ, രണ്ടും സോഡിയം ഹൈഡ്രോക്സൈഡും വേണം, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡും വേണം ടു മേക്ക് സോഫ്റ്റ് സോപ്പ്. വിച്ച് ആർ ദ ബേസസ് യൂസ്ഡ് ഇൻ മെഡിസിൻ? അലൂമിനിയം വിച്ച് ആർ ദ ബേസസ് യൂസ്ഡ് ഇൻ മെഡിസിൻ? അപ്പോൾ മെഡിസിനിൽ യൂസ് ചെയ്യുന്ന ബേസസ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ആർ ദ കളേർഡ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ദാറ്റ് യു നോ, ലിസ്റ്റ് ദം. ഓക്കെ, ഒരു പ്ലാന്റിൻ്റെ കളേർഡ് പാർട്ട് അത് നമ്മൾക്കറിയാവുന്ന, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, റെഡ് സ്പിനാഷ്, ബ്ലൂ കളേർഡ് ക്ലൈറ്റോറിയ മീൻസ് ശംഖുപുഷ്പം, റെഡ് ക്യാബേജ്, ബീട്രൂട്ട്, ടർമറിക്, ഗ്രേപ്പ് ജ്യൂസ്, പതിമുഖം. Okay, next, explain the reason for following situation. Metal containers are not used to store pickle. എന്തുകൊണ്ടാണ് മെറ്റൽ കണ്ടെയ്നേഴ്സിലൊന്നും പിക്കിൾ സ്റ്റോർ ചെയ്യേണ്ട എന്ന് പറയുന്നത്? എന്തിനാണ്? പിക്കിൾ കണ്ടെയ്ൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ. ദിസ് മേ കോസ് ഹെൽത്ത് ഇഷ്യൂസ്. സോ പിക്കിൾ ആർ യൂഷ്വലി സ്റ്റോർഡ് ഇൻ ഗ്ലാസ് ജാർസ്. നെക്സ്റ്റ്, earthen vessels are commonly used to cook dishes with curd and buttermilk. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. കേർഡ് ആൻഡ് ബട്ടർ മിൽക്ക് കണ്ടെയ്ൻ ലാക്റ്റിക് ആസിഡ് റിയാക്ട് വിത്ത് മെറ്റാലിക് വെസൽസ് ആൻഡ് കോസസ് കൊറോഷൻ. ദിസ് വിൽ കോസ് ഹെൽത്ത് പ്രോബ്ലം. സോ earthen vessels are suitable for cooking dishes with curd and buttermilk. Okay, next, what are the uses of vinegar at home? എന്തൊക്കെയാണ് വിനെഗർ വീട്ടിലുള്ള യൂസസ്? ഇൻ പിക്കിൾസ്, ഇൻ കുക്കിംഗ്, ഫോർ പ്രിസർവേറ്റീവ് ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ്, ടു റിമൂവ് സ്റ്റെയിൻ, ദെൻ എന്താണ്, ടു റിമൂവ് റെബൽസ് ആൻഡ് സ്റ്റിക്കേഴ്സ് ബൈ ഡിസോൾവിങ് അഡസീവ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു എന്തെങ്കിലും ഗ്ലാസ് ജാറിലോ അതിൻ്റെ അഡസീവ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാനും നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഷുഡ് വി ഡു ഇഫ് ആസിഡ് സ്പിൽസ്? ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ശരീരഭാഗത്ത് ആസിഡ് വീണാൽ എന്ത് ചെയ്യണം? Strong acid can absorb water and liberate heat. They can cause burns if they get spilled on the body. Pouring cold water on affected area for a long time is the first aid for this. അല്ലേ, അപ്പോൾ ആ ആസിഡ് വീണ സ്ഥലത്തേക്ക് ധാരാളമായിട്ട് കോൾഡ് വാട്ടർ ഒഴിക്കുക. ഇഫ് ദ ബേൺ ഈസ് സെവെയർ, ബേൺ നല്ലോണം ആണെങ്കിൽ the person should be taken to the hospital. Okay, next, take acid and bases in separate test tube. Observe and tabulate the color changes that occur when various indicators are added to them. അപ്പോൾ രണ്ട് ടെസ്റ്റ് ട്യൂബിൽ ആസിഡും ബേസസും എടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ഓക്കെ, അപ്പോൾ അതിൽ ഓരോന്നിലും ഓരോ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്താൽ അതിൻ്റെ കളർ ചേഞ്ചസ് എന്താണെന്നാണ് ചെയ്യുന്നത്. അപ്പോൾ മീത്തൈൽ ഓറഞ്ച്, ഫിനോഫ്താലിൻ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, റെഡ് ലിറ്റ്മസ് പേപ്പറൊക്കെ ഉണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഒരു ടേബിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ മീത്തൈൽ ഓറഞ്ച്, ഹൈഡ്രോക്ലോറിക് ആസിഡിലാണ് ഇടുന്നതെങ്കിൽ എന്താവും? ഒന്നെങ്കിൽ റെഡ് കളറാവും അല്ലെങ്കിൽ പിങ്ക് കളറാവും അല്ലേ. ഇനി ബേസസിലാണെങ്കിലോ യെല്ലോ, ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ പെയിൽ യെല്ലോ എന്നൊക്കെ പറയാം അല്ലേ. ഇനി ഫിനോഫ്താലിനാണ് ആസിഡിൽ ഒഴിക്കുന്നതെങ്കിൽ ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ
the solution അല്ലേ. ഇനി ഫിനോഫ്താലിൻ ബേസസിലാണെങ്കിൽ ഇറ്റ് വിൽ ടേൺസ് ടു പിങ്ക് കളർ. ബ്ലൂ ലിറ്റ്മസ് ആസിഡിലാണ് ഇടുന്നതെങ്കിൽ ഇറ്റ് വിൽ ടേൺസ് ടു റെഡ്. ഇനി ബേസിലാണെങ്കിൽ നോ ചേഞ്ച്. ഓക്കെ, ദെൻ റെഡ് ലിറ്റ്മസ് ആസിഡ്സിലാണ് ഇടുന്നതെങ്കിൽ ദർ വോണ്ട് ബി എനി ചേഞ്ച് അല്ലേ, ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഇനി ഇത് ബേസിലാണ് ഇടുന്നതെങ്കിൽ റെഡ് ലിറ്റ്മസ് ടേൺസ് ടു ബ്ലൂ ഇൻ കളർ. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയാൽ ദറ്റ് ഈസ് ബേസ് ആണ്, റെഡ് ലിറ്റ്മസ് റെഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് ആസിഡ്. ഓക്കെ, നെക്സ്റ്റ് ആസിഡ് ആൻഡ് ബേസസ് യൂസ്ഡ് ഇൻ ലബോറട്ടറീസ്. ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ആസിഡും ബേസസും ഏതൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ആൻഡ് അസറ്റിക് ആസിഡ്. ബേസസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. നെക്സ്റ്റ്, വാട്ട് പ്രിക്കോഷൻ ഷുഡ് ബി ടേക്കൺ അവോയ്ഡ് ആക്സിഡൻറ്റ് വൈ ഹാൻഡ്ലിങ് ദ കെമിക്കൽസ്. കെമിക്കൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ പ്രിക്കോഷൻ എടുക്കേണ്ടത്? Avoid spilling on body parts. Don't touch with hand. Don't smell. Don't taste. Use dropper while taking out acid from a bottle. Use a holder while using a test tube. അല്ലേ, അപ്പോൾ മണക്കാനോ ടേസ്റ്റ് ചെയ്യാനോ ടച്ച് ചെയ്യാനോ ഒന്നും പാടില്ല. നെക്സ്റ്റ്, ആസിഡ്സ് ദറ്റ് ആർ ഫൗണ്ട് ഇൻ ഫുഡ് ഐറ്റം. ഫുഡിലൊക്കെയുള്ള ആസിഡ്സ് ഏതാണ്? അപ്പോൾ നമ്മളിത് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണല്ലേ. lactic buttermilk curd, lactic acid, vinegar, acetic acid, lemon, citric acid, tamarind, tartaric acid, apple, malic acid, gooseberry, ascorbic acid, tomato, oxalic acid. How does milk turn acidic when it becomes curd? How does milk turn acidic when it becomes curd? A little curd is added to milk turn into curd. Curd containing a bacteria called lactobacillus. The lactic acid that is produced when this bacteria nourish themselves with milk gives curd its sour. Okay. Next, identify the common properties of acid and bases. ഏതൊക്കെയാണ് കോമൺ പ്രോപ്പർട്ടി? ഇറ്റ് ഹാസ് ആസിഡിന് ഇറ്റ് ഹാസ് സോർ ടേസ്റ്റ്, ബേസസ് ആണെങ്കിൽ ആൽക്കലൈൻ ടേസ്റ്റ് അല്ലേ. ആസിഡ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്, ബേസസ് ടേൺ റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ ആൻഡ് ഇറ്റ് ഈസ് സ്ലിപ്പറി. പിന്നെ ആസിഡ്, വെൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ ദ ഹൈഡ്രജൻ ഗ്യാസ് വിൽ പ്രൊഡ്യൂസ് അല്ലേ. ഇനി നെക്സ്റ്റ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ക്യാൻ ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്? ലിസ്റ്റ് ദം. ഓക്കെ, അപ്പോൾ താഴെ ഇരിക്കുന്നവയിൽ ഏതൊക്കെയായിരിക്കും ബ്ലൂ ലിറ്റ്മസ് റെഡ് ആവുന്നത്? അപ്പോൾ അതെന്തായിരിക്കും? ആസിഡാണ് അല്ലേ. ബ്ലൂ ലിറ്റ്മസ് റെഡ് ആവുന്നെങ്കിൽ അത് ആസിഡ് ആയിരിക്കും. ഓറഞ്ച് ജ്യൂസ്, റൈസ് സൂപ്പ്, ബ്ലാക്ക് ടീ, ബിലിംബി, ഗ്രേപ്പ് ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്, കോക്കനട്ട് വാട്ടർ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയായിരിക്കും നമുക്കറിയാം അല്ലേ. ഒരു സോർ ടേസ്റ്റ് ഉള്ളത് ഏതൊക്കെയായിരിക്കും ഇതിൽ? ഓറഞ്ച് ജ്യൂസ്, ബിലിംബി, ഗ്രേപ്പ് ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ് അല്ലേ. ഓറഞ്ച് ജ്യൂസ്. അപ്പോൾ എന്താണ്? ഇൻ മൈ ഒപ്പീനിയൻ ലിക്വിഡ് ദറ്റ് ക്യാൻ ടേൺസ് ബ്ലൂ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കാം? ദീസ് ഹാവ് സോർ ടേസ്റ്റ്, സോ ദേ കണ്ടെയ്ൻ ആസിഡ്. ആസിഡ് ടേൺസ് ബ്ലൂ, ലിറ്റ്മസ് റെഡ്. Okay dear, so I think we covered almost all the questions in this chapter. Okay, so all have to study this. ഇനി ഞാൻ ഇതിൻ്റെ ക്ലാസ്സസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഓക്കെ, ക്ലാസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ് ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.